കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തു വരുന്ന പരമ്പരയാണ് കുടുംബശ്രീ ശാരദ. പരമ്പര സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ചിട്ട് 3-4 വർഷത്തോളമായി. വളരെ മികച്ച റേറ്റിംഗോടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന പരമ്പരയായിരുന്നു കുടുംബശ്രീ ശാരദ എന്നത്. പരമ്പരയിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയതാണ് വിഷ്ണു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രബിനായിരുന്നു ഈ സീരിയലിലെ നായകനായി എത്തിയത്. പ്രബിനും അതുപോലെ നായികയായ ശാലിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മർഷിന നീനു എന്ന നടിയുമാണ്. വിഷ്ണുവേട്ടൻ എന്നൊക്കെയാണ് പലരും പ്രബിനെ തന്നെ വിളിക്കാറുള്ളത്. കാരണം വിഷ്ണു എന്ന കഥാപാത്രം അത്രമേൽ ഹിറ്റായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ വിഷ്ണു എന്ന കഥാപാത്രം ഈ ഒരു പരമ്പരയിൽ ഇല്ല. അത് തന്നെയാണ് ഇപ്പോൾ പരമ്പരയിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ വിഷമിപ്പിക്കുന്നതും. പ്രവീൺ എന്ന കഥാപാത്രമായി പുതിയ പരമ്പരയായ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഈ പുഴയും കടന്ന് എന്ന സീരിയലിലേക്ക് ഇപ്പോൾ പ്രബിൻ എത്തിയിരിക്കുകയാണ്. അതിനുശേഷമാണ് കേരളത്തിലെ കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിൽ നിന്നും വിഷ്ണുവായിരുന്ന നടൻ പ്രബിനെ കാണാതായിട്ട്. എന്തുകൊണ്ടാണ് പ്രബിൻ ഇപ്പോൾ പരമ്പരയിലേക്ക് വരാത്തത്? അതുപോലെ ഇപ്പോൾ പരമ്പരയിൽ ഒരു പുതിയ വഴിത്തിരിവും ഉണ്ടായിരിക്കുകയാണ്. നായകനായ വിഷ്ണു എന്ന കഥാപാത്രം മരിച്ചു എന്ന രീതിയിൽ വരുത്തി തീർത്തിരിക്കുകയാണ്. വിഷ്ണുവിൻ്റെ ഹൃദയം മറ്റൊരാൾക്ക് മാറ്റിവെക്കുകയും ഇപ്പോൾ നായകൻ്റെ സ്ഥാനത്ത് ശിവൻ എന്ന കഥാപാത്രം വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വിഷ്ണു ഒരിക്കലും തിരിച്ചു വരില്ലേ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. വിഷ്ണു എന്ന നായക കഥാപാത്രത്തെ പ്രബിൻ അവതരിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ പരമ്പര കാണുന്നതും ഈ പരമ്പരയ്ക്ക് അത്രയധികം റേറ്റിംഗ് ഉണ്ടാകാനുള്ള കാരണവും വിഷ്ണു ശാലിനി ജോഡികളുമാണെന്ന്. ആ ഒരു സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരുന്നത് തീർത്തും അന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പരമ്പര അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നും പല പ്രേക്ഷകരുടെയും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് വലിച്ചു നീട്ടാതെ മികച്ച രീതിയിൽ തന്നെയാക്കി കഥ അവസാനിപ്പിക്കാമായിരുന്നു. വിഷ്ണുവിൻ്റെ സ്ഥാനത്ത് നായകനായി ഞങ്ങൾക്ക് മറ്റൊരാളെ പോലും സങ്കല്പിക്കാൻ സാധിക്കില്ല എന്നൊക്കെ തരത്തിൽ കുടുംബശ്രീ ശാരദ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ വരുന്നത്. എന്നാൽ പ്രബിൻ ഇനി വിഷ്ണു എന്ന കഥാപാത്രത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഏഷ്യാനെറ്റിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്തു വരുന്ന ഈ പുഴയും കടന്നും എന്ന സീരിയലിലെ നായകനായിട്ടാണ് പ്രബിൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ചെമ്പരത്തി എന്ന സീരിയലിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് എത്തിയത്. അതിനുശേഷം ഒരുപാട് മികച്ച സീരിയലുകളിൽ വേഷമിടാൻ പ്രബിന് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ചൊരു കഥാപാത്രം തന്നെയായിരുന്നു കുടുംബശ്രീ ശാരദയിലെ വിഷ്ണുവേട്ടൻ എന്ന് പറയുന്ന വിഷ്ണു എന്ന കഥാപാത്രം. എന്നാൽ ഇപ്പോൾ പരമ്പരയിൽ നിന്നും വിഷ്ണു പിന്മാറിയതോടു കൂടിയിട്ട് പരമ്പരയ്ക്കും ആരാധകർ വളരെ കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ പരമ്പരയുടെ റേറ്റിംഗും ഇപ്പോൾ വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ട്. വിഷ്ണു ഇല്ലാതെ പരമ്പര ഞങ്ങൾ കാണുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പ്രേക്ഷകർ. എന്നാൽ ഇനി ഒരിക്കലും തന്നെ കുടുംബശ്രീ ശാരദയിലെ വിഷ്ണു എന്ന കഥാപാത്രമായി പ്രബിൻ എത്തില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറെ നിരാശയിലാണ് ഇപ്പോൾ പ്രബിൻ്റെ ആരാധകർ.